നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ ഏദൻ തോട്ടത്തിന്റെ വീടിന്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ എല്ലാവരും പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ചീരച്ചേമ്പ്, വയലറ്റ് ചീരച്ചേമ്പ്, പച്ച ചീരച്ചേമ്പ്, സാധാ ചീരച്ചേമ്പ്. ഇതിന്റെയൊക്കെ തൈകൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യപ്പെട്ടവർക്കെല്ലാം ഞാൻ ഇതിന്റെ തൈകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചീരച്ചേമ്പിന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടല്ലോ, വയലറ്റിന് തൈകൾ ഉണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേസമയം ഇതിനാണെങ്കിൽ ധാരാളം തൈകൾ മൂട്ടിൽ പൊട്ടിമുളച്ച് വരും. നമുക്ക് ഏത് രീതിയിൽ വേണോ നടാൻ പറ്റും. ഹാങ്ങിങ് പോട്ടിലേ നടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വെർട്ടിക്കൽ പോട്ടിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ചീരച്ചേമ്പ് വളർത്തിയിട്ട് നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള ഇലക്കറികൾ ധാരാളം റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ഇലക്കറി കഴിക്കണമെന്ന് വെച്ചാൽ തോരനായിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ചീരച്ചേമ്പ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ഐറ്റമാണ് നമ്മൾ ഇതിന് മുന്നേ ഞാൻ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന് തന്നെ വിളവെടുത്ത ഒരു സാധനത്തിനെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുള്ളവർ അഭിപ്രായവും കൂടെ പറഞ്ഞേക്കണേ കമൻ്റായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാമോ? അപ്പം ഞാൻ പറഞ്ഞു ഒരു പുതിയൊരു ഐറ്റം നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞു. പുതിയ ഐറ്റം അല്ല, പണ്ട് കാലം മുതലേ ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു സാധനമാണ്. ഉരുളക്കിഴങ്ങ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഉരുളക്കിഴങ്ങ് ഒരു വിദേശിയാണ് ആണെങ്കിൽ തന്നെയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒട്ടുമിക്ക ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതും നല്ല ഒരു ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ് ഉരുളക്കിഴങ്ങ് അല്ലേ. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, ജീവൻ നിലനിർത്താൻ പറ്റുമെങ്കിൽ അത് ഉരുളക്കിഴങ്ങെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഉരുളക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ എത്തുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിൽ സ്വാദിഷ്ടമായ ഒരു കിഴങ്ങ് വർഗ്ഗം ഉണ്ടായിരുന്നു. അതാണ് അടതാപ്പ്. കാച്ചിൽ വർഗത്തിൽ പെട്ട ഒരു കിഴങ്ങ് വിളയാണ് കേട്ടോ അത്. പക്ഷെ ഒരു ഭയങ്കര സ്വാദാണ് അതിന്. അപ്പം ഇത് ഉരുളക്കിഴങ്ങ്. അടതാപ്പ് ഞാൻ വിളവെടുത്തത് ഇവിടെ ഇരിപ്പുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, രണ്ടിൻ്റെയും സാമ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉരുളക്കിഴങ്ങും അടതാപ്പും കൂടെ എടുത്തത്. അപ്പം നമുക്കിവിടെ ഒരു ചുവട് അടതാപ്പ് ഉള്ളതിലെന്ന് കുറച്ച് ഞാൻ വിളവെടുത്തതാണ് കേട്ടോ ഇത്. അപ്പം അതിൻ്റെ ഷേപ്പ് ഞാൻ കാണിച്ചു തരാമേ. ഇത് കണ്ടോ, ഇത് ഒരു ആവറേജ് സൈസ്. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ, നല്ല വലിപ്പത്തിലുള്ള കിഴങ്ങുകൾ നമുക്ക് കിട്ടുമേ. എനിക്ക് മുൻപൊരിക്കൽ ഒരു നമ്മുടെ ലൗലോലിക്ക വലിപ്പത്തിൽ ഇത്രയുള്ള ഒരു സാധനം വിത്തിന് കിട്ടിയതിനെയാണ് ഞാനൊരു 4-5 വർഷം കൊണ്ട് നടുന്നത് കേട്ടോ. ഇനിയും കുറേ കിഴങ്ങുകൾ ഇതിൻ്റെ മുകളിൽ പറിക്കാനായിട്ട് നിപ്പുണ്ട് കേട്ടോ. സാധാരണ നമ്മളെ കാച്ചിൽ വർഗ്ഗങ്ങൾ നടുന്ന സമയത്ത് തന്നെയാണ് ഇത് നടുന്നതും വിളവെടുക്കാൻ നമുക്ക് പറ്റുന്നതും അതുപോലെ തന്നെയാണ് കേട്ടോ. ഇത് വലിയ മരത്തിലൊക്കെ ഇങ്ങനെ ചുറ്റി പടർന്നു പോകുന്ന എത്ര വലിയ മരത്തിൽ വേണമെങ്കിലും നമുക്ക് പടർത്തി വിടാം. കാര്യം എന്താണെന്നറിയാമോ, ഇത് ഈ വള്ളി ഉണങ്ങിക്കഴിയുമ്പോൾ ഇതെല്ലാം പൊഴിഞ്ഞ് താഴെ വീഴും. താഴെ വീഴുന്ന സമയത്ത് നമ്മൾ അതിനെ പറക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസം വരെ ഇതിനെ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ കഴിയും. ഈ കാച്ചിൽ വർഗത്തിൽ പെട്ടതാണെങ്കിൽ തന്നെയും കാച്ചിലിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതിന് ഇറച്ചിക്കാച്ചിലെന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ കിഴങ്ങ് ഒരു ചെറിയ കിഴങ്ങേ ഉണ്ടാവാറുള്ളൂ. സാധാരണ നമ്മൾ കാച്ചിലുകൾ നടുമ്പോൾ അതിൽ വലിയ കിഴങ്ങല്ല, നമ്മൾ മൂട്ടിലെ കിഴങ്ങ് പ്രതീക്ഷിച്ചാണ് ചുവട്ടിൽ വളം കൊടുത്ത് കാച്ചിലുകൾ നടുന്നത്. അപ്പോൾ അതിന് ചുവട്ടിലായിരിക്കും കിഴങ്ങുകൾ കൂടുതൽ കിട്ടുന്നത്. ഈ അടതാപ്പിന് നേരെ ഓപ്പോസിറ്റാണ്. ഈ കായ്കളായിട്ടാണ് നമുക്ക് മുകളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ 6 മാസം വരെ നമുക്കിത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്ത് നല്ല കാര്യമാണല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ചുവടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം, എത്രത്തോളം പടർന്നു പോകാൻ പറ്റുമോ അത്രത്തോളം പടർന്നു പോയി കഴിയുമ്പോൾ നമ്മൾ മൂട്ടിൽ കൊടുക്കുന്ന വളത്തിനും അനുസരിച്ച് നമുക്ക് ധാരാളം കായ്കൾ കിട്ടും കേട്ടോ. അപ്പോൾ ഈ അടതാപ്പിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ധാരാളം പേര് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ഒരു അതിശയമായിട്ട് ഇതിനെ കാണുന്നവരും കണ്ടിട്ടില്ലാത്തവരും
കേട്ടിട്ടുള്ളവരും കേട്ടിട്ടില്ലാത്തവരുമായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ സാമ്യപ്പെടുത്തി കാണിച്ചത് കേട്ടോ. ഉരുളക്കിഴങ്ങും അടതാപ്പും കണ്ടോ, രൂപത്തിൽ രണ്ടും ഒരുപോലെയല്ലേ. എയർ പൊട്ടറ്റോ എന്നും ഇതിന് പേര് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ അടുത്തൊരു പുതിയ വിശേഷമായിട്ട് നമ്മൾ നമ്മുടെ ഏദൻ തോട്ടത്തിൽ എത്തുന്നവരെ എല്ലാവർക്കും ബായ്.